ഇൻട്രൊഡക്ഷൻ ഒന്നുമില്ലാതെ തന്നെ നേരിട്ട് വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഇനി ഇൻട്രൊഡക്ഷൻ ആവശ്യമുണ്ട് എന്ന് തോന്നുന്നവർക്ക് കഴിഞ്ഞ 2 വീഡിയോകളുടെ ആദ്യ ഭാഗം വേണമെങ്കിൽ കാണാൻ ശ്രമിക്കാവുന്നതാണ്. കഴിഞ്ഞ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ പറഞ്ഞ പോലെ ഒരു കാലത്ത് കണ്ട് ഇതെന്തൊരു അത്ഭുതകരമായ പ്രസൻറ്റേഷനാണ്, ഈ മനുഷ്യൻ എന്തൊരു അറിവുള്ള മനുഷ്യനാണ്, അറിവിൻ്റെ നിറകുടം തന്നെ ഇദ്ദേഹം എന്ന് തോന്നുകയും എന്നാൽ 3-4 വർഷങ്ങൾക്ക് ശേഷം കുറച്ചൊക്കെ വിവരം വെച്ചതിന് ശേഷം വീണ്ടും അതേ വീഡിയോ കാണുമ്പോൾ ചേട്ടന് ഇതിനെപ്പറ്റി വലിയ ധാരണയൊന്നും ഇല്ലല്ലേ എന്നോ, അല്ലെങ്കിൽ മറ്റേ ദിലീപ് തെളിവെടുപ്പിൻ്റെ ഭാഗമായിട്ട് പോയപ്പോൾ ഒരു പത്രപ്രവർത്തനോട് പറഞ്ഞ പോലെ എന്തിനാണ് ചേട്ടാ വായി തോന്നുന്നതൊക്കെ വിളിച്ച് പറയുന്നത് എന്നോ പറയാൻ തോന്നിയിട്ടുള്ള പല വീഡിയോകളും നമ്മുടെ എല്ലാവരും ജീവിതത്തിലുണ്ടാവും. അതിപ്പോൾ മതപ്രഭാഷണമാവാം, അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രസംഗങ്ങളാവാം, അല്ലെങ്കിൽ ഇതുപോലെ സയൻറ്റിഫിക് പ്രസൻറ്റേഷനുമാവാം. അപ്പോൾ എനിക്ക് അത്തരത്തിൽ തോന്നിയിട്ടുള്ള ഒരുപാട് വീഡിയോകളിലെ പ്രധാനപ്പെട്ട ഒരെണ്ണമാണ് ഈ പറഞ്ഞ വൈശാഖൻ തമ്പിയുടെ പാളിപ്പോയ പരികൽപ്പന. ദൈവം എന്ന ഹൈപ്പോത്തസിനെതിരായിട്ടുള്ള ഒരു സയൻറ്റിഫിക് പ്രസൻറ്റേഷനാണ്. അതിൻ്റെ ആദ്യ ഭാഗത്ത് വരുന്ന ഒരു കഥയുടെ ഹിസ്റ്റോറിക്കൽ വാലിഡിറ്റിയാണ് നമ്മൾ കഴിഞ്ഞ തവണ വീഡിയോയിലൂടെ ചെക്ക് ചെയ്തത്. ഇനി നമ്മൾ കടക്കാൻ പോകുന്നത് ആ പ്രസൻറ്റേഷൻ്റെ ഏറ്റവും കോർ പോയിന്റിലേക്കാണ്. അതായത് ആ വീഡിയോയുടെ 13 മിനിറ്റ് 30 സെക്കൻഡ് മുതൽ 36ാമത്തെ മിനിറ്റ് വരെ ഈ ആർഗ്യുമെൻറ്റിൻ്റെ മൊത്തത്തിലുള്ള പേര് 3 പോർഷനായിട്ടുള്ളൊരു ആർഗ്യുമെൻ്റാണ്. അതിൻ്റെ മൊത്തത്തിലുള്ള പേര് ദ മിറക്കിൾ ഓഫ് ക്രിയേഷൻ എന്നാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ പോയിന്റുകളിലേക്ക് ഓരോന്നോരോന്നായി കടക്കാം. ആദ്യം നമുക്ക് വൈശാഖൻ തമ്പി ഈ മിറക്കിൾ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഭാഗം കാണാം. നമ്മൾ സംസാരിക്കുന്ന സയൻസ് ആണെങ്കിൽ മിറക്കിൾ എന്താണെന്ന് ചോദ്യത്തിന് ഉത്തരം വേണം. യു ക്യാൻ സിംപ്ലി സേ ദാറ്റ് മിറക്കിൾ ഈസ് എനി വയലേഷൻ ഓഫ് എ നാച്ചുറൽ ലോ. പ്രകൃതിയിൽ കുറേയേറെ ശാസ്ത്രം തിരിച്ചറിഞ്ഞിട്ടുള്ള കുറേയേറെ അടിസ്ഥാന നിയമങ്ങളുണ്ട്. അതനുസരിച്ചിട്ടാണ് പ്രകൃതിയിൽ എന്തും നടക്കുന്നത്. ആ നിയമം എവിടെയെങ്കിലും ബ്രേക്ക് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ, വയലേറ്റ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ, യു ക്യാൻ സേ ദാറ്റ് ദെയർ ഇസ് എ മിറക്കിൾ. അപ്പോൾ വൈശാഖൻ തമ്പി മിറക്കിളിനെ ഡിഫൈൻ ചെയ്തതാണ് നമ്മൾ കണ്ടത്. അതായത് ഈ പ്രപഞ്ചത്തിൽ സയൻസ് കണ്ടെത്തിയിട്ടുള്ള ചില നാച്ചുറൽ ലോസ് ഉണ്ട്. ആ നാച്ചുറൽ ലോസിനെ വയലേറ്റ് ചെയ്തുകൊണ്ട് എന്തെങ്കിലും സംഭവിച്ചാലാണ് അതിനെ നമ്മൾ മിറക്കിൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതിൽ വേറൊരു ചോദ്യം അവിടെ കിടക്കുന്നുണ്ട്. ഈ നാച്ചുറൽ ലോസിനെ കണ്ടെത്തുകയാണ് ചെയ്തത്. ഈ നാച്ചുറൽ ലോസ് എങ്ങനെ നിലനിൽക്കുന്നു എന്നുള്ളതെല്ലാം ഒരു ഫിലോസഫിക്കൽ ഡിസ്കഷനാണ്. ആ ഡിസ്കഷനിലേക്ക് നമ്മൾ പോകുന്നില്ല. സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇത്തവണ നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ബാക്കി കേൾക്കാം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത്രയും മാറ്റർ ഇവിടെ കിടപ്പുണ്ടല്ലോ, അത് എവിടെന്നെങ്കിലും ഉണ്ടാകണമല്ലോ. അപ്പോൾ അവിടെ ഒരു മിറക്കിൾ ഉണ്ടായിരിക്കണം. ഈ മിറക്കിൾ എങ്ങനെയാണ് നമ്മൾ ശാസ്ത്രദൃഷ്ടിയിലൂടെ കൈകാര്യം ചെയ്യേണ്ടത്? നമുക്ക് ആ ഒരു ഈ ക്രിയേഷൻ ഓഫ് മാറ്റർ വലിയ രസമുള്ള വിഷയമാണ്. കാരണം പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ള നിയമമാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാറ്റർ ഓർ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. അതായത് ദ്രവ്യത്തെ നമുക്ക് ഒരിടത്ത് നിന്ന് ഉണ്ടാക്കാനോ ഉള്ള ദ്രവ്യത്തെ നശിപ്പിച്ച് കളയാനോ സാധിക്കില്ല. അപ്പോൾ അതൊരു പൊതുവെ കെമിസ്ട്രിക്കാരാണ് ഈ കാര്യം കൂടുതൽ നന്നായിട്ട് പഠിക്കുക. പക്ഷേ പലപ്പോഴും പഠിക്കാൻ വിട്ടുപോകുന്നൊരു കാര്യം 1930-കളിൽ തന്നെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ബേസിക് ലോ ഓഫ് നേച്ചർ അല്ലാതായിരുന്നു. കാരണം മാസ് ക്യാൻ ബി ക്രിയേറ്റഡ് ഫ്രം എനർജി. നമ്മൾ ഈ കാണുന്ന പ്രപഞ്ചത്തിലെ മാറ്റർ മുഴുവൻ എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ആരെങ്കിലും ഉണ്ടാക്കിയാലേ ഇതിന് മുമ്പ് എന്തെങ്കിലും ഇല്ലാത്ത സ്ഥലത്തേക്ക് ഈ പെട്ടെന്ന് കുറച്ച് നാൾ കഴിയുമ്പോൾ പ്രപഞ്ചത്തിൽ കുറേ മാറ്റർ ഉണ്ടാകുന്നു. അത് നമ്മുടെ സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്നതല്ല എന്ന ആർക്കെങ്കിലും അഭിപ്രായം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിവിടെ തിരുത്താൻ സമയമായി. കാരണം നോ ലോ ഓഫ് നേച്ചർ പ്രിവെൻറ്റ്സ് മാറ്റർ ഫ്രം അപ്പിയറിംഗ് ഫ്രം ഷിയർ എനർജി. അപ്പോൾ ക്വസ്റ്റ്യൻ സെറ്റിൽ ആവുന്നില്ല എന്ന് എനിക്കറിയാം. അപ്പോൾ അവിടെ അടുത്ത പ്രശ്നമുണ്ടല്ലോ, ദെൻ വാട്ട് അബൌട്ട് എനർജി? അപ്പോൾ വെറും എനർജിയിൽ നിന്ന് മാറ്റർ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് മിറാക്കുലസ് ആയിട്ടുള്ളൊരു സംഭവമല്ല. ഐൻസ്റ്റീൻ്റെ E=mc² എന്ന ഇക്വേഷൻ വെച്ച് നമുക്ക് കൃത്യമായി വിശദീകരിക്കാൻ പറ്റും. വീഡിയോയിൽ അതിന് വേണ്ടിയിട്ട് 1-2 ഉദാഹരണങ്ങൾ പുള്ളി പറയുന്നുണ്ട്. പെറ്റ് സ്കാനുമായി ബന്ധപ്പെട്ടിട്ടും പിന്നെ സൂര്യനിൽ നിന്ന് എങ്ങനെയാണ് എനർജി പുറത്തു വരുന്നതെന്നുള്ള ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ആ വീഡിയോയിൽ പുള്ളി വിശദീകരിക്കുന്നുണ്ട്. E=mc² എന്ന ഐൻസ്റ്റീൻ്റെ ഇക്വേഷൻ വെച്ച് തന്നെ നമുക്ക് മാറ്ററിൽ നിന്ന് എനർജിയും എനർജിയിൽ നിന്ന് മാറ്റർ ഉണ്ടാവുമെന്ന് നമുക്ക് വിശദീകരിക്കാൻ സാധിക്കും. പക്ഷേ എന്തിനാണ് ഞാൻ ഇത്രയും വീഡിയോ വലിയൊരു പോർഷൻ പ്ലേ ചെയ്തത് എന്തിനാണെന്ന് വെച്ചാൽ ഇതിൽ 1-2 പോയിന്റുകൾ നോട്ട് ചെയ്ത് വെക്കണം. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് 1930s മുതൽ തന്നെ അതൊരു യൂണിവേഴ്സൽ ലോ അല്ലാതായി മാറിയിട്ടുണ്ട്. പക്ഷേ കെമിസ്ട്രിയിൽ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ചെറിയ ടെസ്റ്റ് ട്യൂബിലൊക്കെ നടത്തുന്ന പരീക്ഷണങ്ങളിൽ ഈ പറഞ്ഞ പോലെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് അപ്ലിക്കബിൾ ആണ്. കാരണം അത് എനർജിയായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നത് വളരെ ചെറിയ അളവിലായിരിക്കും. അത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യം പോലുമില്ല. അതുകൊണ്ട് കെമിസ്ട്രിയിൽ ഇത് പ്രധാനമായിട്ടും നമ്മൾ ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ എനർജിയിൽ നിന്ന് മാറ്റർ ഉണ്ടാവുക എന്നുള്ളൊരു സംഭവമല്ല. പക്ഷേ അപ്പോഴും മറ്റു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ എനർജി എവിടെ നിന്നുണ്ടായി അത് വിശദീകരിക്കുന്ന ഭാഗം നമുക്ക് കേൾക്കാം. നമ്മൾ ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ മാറ്ററിലും കൂടെ കിടക്കുന്ന ഊർജ്ജം എത്രയുണ്ടെന്ന് കണക്കാക്കുക. ഇവർക്കിടയിൽ പ്രവർത്തിക്കുന്ന ഗുരുത്വാകർഷണം എത്രത്തോളം എനർജി ഡെറ്റിന് ഈക്വൽ ആണെന്ന് കണക്കാക്കുക. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ പ്രപഞ്ചത്തിന് മൊത്തം എത്ര എനർജി ഉണ്ട് എന്ന് മനസ്സിലാവും അല്ലേ? ലോജിക്ക് മനസ്സിലാവും. മാറ്റർ എന്ന രീതിയിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന വസ്തുക്കളെല്ലാം കൂടെ എത്ര ഊർജ്ജത്തിന് ഈക്വൽ ആണ്. ഇവർക്കിടയിലുള്ള ഗ്രാവിറ്റി എത്രത്തോളം എനർജി ഡെറ്റിന് ഈക്വൽ ആണ്. ഇത് രണ്ടും കൂടെ കൂട്ടി കഴിഞ്ഞാൽ പ്രപഞ്ചത്തിൽ മൊത്തം എത്ര എനർജി ഉണ്ടെന്ന് മനസ്സിലാവും. ഇത് കൂട്ടി വരുമ്പോൾ നമുക്ക് കിട്ടുന്നത് വളരെ രസകരമായ സംഖ്യയാണ്. ദാറ്റ് നമ്പർ ഈസ് 0. ദ യൂണിവേഴ്സ് ഹാസ് 0 എനർജി ഇൻ ഇറ്റ്. നമ്മൾ ഈ കാണുന്ന എനർജിക്ക് എല്ലാം ഈക്വലന്റ് ആയിട്ട് ഒരു എനർജി ഡെറ്റ് ഗ്രാവിറ്റിയുടെ രൂപത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. 0 എനർജി യൂണിവേഴ്സ് എന്ന കൺസെപ്റ്റാണ് തമ്പി സാർ ഇവിടെ വിശദീകരിച്ചത്. അത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോയിൽ വിശദീകരിക്കുന്നുണ്ട്. അതായത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് നമ്മുടെ നെഗറ്റീവ് എനർജി ആയിട്ടാണ് കണക്ക് കൂട്ടുന്നത്. ഈ യൂണിവേഴ്സിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ മാറ്ററുകളും നമ്മൾ എനർജിയായി കൺവേർട്ട് ചെയ്ത് അതിനെ പോസിറ്റീവ് എനർജി ആയിട്ട് എടുത്താൽ അതും ഗ്രാവിറ്റേഷണൽ എനർജി അത് നെഗറ്റീവായിട്ടും എടുത്തു കഴിഞ്ഞാൽ ടോട്ടൽ എനർജി ഓഫ് ദി യൂണിവേഴ്സ് 0 ആണ്. സംഭവം നല്ലൊരു കൺസെപ്റ്റാണ്.
പക്ഷേ ഇതിൻ്റെ ഒരു പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് വെറും ഒരു സ്പെക്കുലേറ്റീവ് മോഡൽ മാത്രമാണ്. സീറോ എനർജി യൂണിവേഴ്സ് ഹൈപ്പോത്തിസിസ് എന്നാണ് ഇതിനെ നമ്മൾ പറയുന്നത്. അതായത് ഇതൊരു ഹൈപ്പോത്തിസിസ് മാത്രമാണ്, ഒരു സ്പെക്കുലേറ്റീവ് മോഡലാണ്. നമ്മളിപ്പോഴും ഒറിജിൻ ഓഫ് ദ യൂണിവേഴ്സുമായി ബന്ധപ്പെട്ട സ്റ്റഡികൾ ഇപ്പോൾ ഒരുപാട് നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇപ്പോഴത്തെ കൺസെപ്റ്റ് പ്രകാരം ബിഗ് ബാങ്ങോട് കൂടിയാണ് ടൈമും സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിലവിലുള്ള നമ്മുടെ ഫിസിക്കൽ ലോസ് എല്ലാം ബിഗ് ബാങ്ങിന് മുമ്പ് എന്നുള്ളൊരു അവസ്ഥയിൽ കൊളാപ്സ് ആയി പോകുന്നു. നമുക്കത് ഉപയോഗിച്ച് അവിടെ ഒരു വർക്കിംഗ് മോഡൽ കണ്ടെത്തുക സാധ്യമല്ല. അപ്പോൾ അത് കണ്ടെത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് സ്പെക്കുലേറ്റീവ് മോഡലുകൾ, കാരണം നമുക്ക് വർക്ക് ചെയ്യണമെങ്കിൽ ഒരു മോഡൽ വേണമല്ലോ, അങ്ങനെ പല ഹൈപ്പോത്തിസുകൾ നിലനിൽക്കുന്നുണ്ട്. അതിലെല്ലാം വളരെ ഇൻഡെപ്ത് ആയിട്ട് സ്റ്റഡി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ വൺ ഓഫ് ദ ഹൈപ്പോത്തിസിസ് മാത്രമാണ് ഈ പറഞ്ഞ സീറോ എനർജി യൂണിവേഴ്സ് ഹൈപ്പോത്തിസിസ്. ഇത് ഒരു സയൻറ്റിഫിക് തിയറി അവതരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു അൺസയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അൺസയൻറ്റിഫിക് ഇൻ ദാറ്റ് സെൻസ്. അതായത് സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന ഒരു ഉദാഹരണം പറയാം. നമ്മുടെ നാട്ടിലൊരു കോടീശ്വരനായ ഒരു മനുഷ്യൻ കൊല്ലപ്പെട്ടു. അലക്സ് അച്ചായൻ എന്നാണ് പുള്ളിയുടെ പേര്. അപ്പോൾ പോലീസുകാരെത്തി, അതിൽ പുള്ളി മരണപ്പെട്ടു, പുള്ളി ആരോ കൊലപ്പെടുത്തിയതാണെന്ന് മനസ്സിലാക്കി. പോലീസുകാർ ചില സംശയങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു 5 പേരെ സസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഈ 5 പേരെ സസ്പെക്ട് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ട് അന്വേഷണം ആരംഭിക്കുകയാണ്. അപ്പോൾ ഒന്ന് പുള്ളിയുടെ വൈഫാണ്, ഒന്ന് അവിടുത്തെ ഡ്രൈവറാണ്, ഒന്ന് അവിടുത്തെ വേലക്കാരനാണ്, ഒന്ന് അയൽവക്കത്തുള്ള ഒരാളാണ്, മറ്റൊന്ന് പുള്ളിയുടെ ഒരു ബിസിനസ് പാർട്ട്ണറാണ്. ഈ 5 പേരെയും സംശയിക്കാനുള്ള തെളിവുകൾ, സ്പെക്കുലേഷൻസ് ഈ പോലീസിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അതിലുള്ള 5 പോലീസുകാർക്ക് ഈ പറഞ്ഞ 5 ഹൈപ്പോത്തിസിസ് കൊടുക്കുകയാണ്. ഒരു പോലീസുകാരൻ ഡ്രൈവറാണ് കുറ്റവാളി എന്നുള്ള അടിസ്ഥാനത്തിലാണ് പുള്ളിയുടെ അന്വേഷണം നടത്തുന്നത്, അതിൻ്റെ പോയിന്റുകൾ മേക്ക് ചെയ്യുന്നത്. അടുത്ത ആൾ വൈഫാണ് കുറ്റവാളി എന്ന് പറഞ്ഞിട്ടാണ് അടുത്ത ആൾ. അങ്ങനെ 5 ഡിഫറെൻറ്റ് ഹൈപ്പോത്തിസുമായി 5 പേര് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ 5-ൽ ഒരാളായിരിക്കാം ചിലപ്പോൾ കൊലപാതകി, അതല്ലെങ്കിൽ ഈ 5 പേരും തള്ളിപ്പോയിട്ട് CBIയുടെയൊക്കെ ക്ലൈമാക്സിൽ വരുന്ന പോലെ ഏതെങ്കിലും 6ാമതൊരാളായിരിക്കാം കൊലപാതകി. ഇനി അതല്ലെങ്കിൽ അലക്സ് അച്ചായൻ ചിലപ്പോൾ ആത്മഹത്യ ചെയ്തത് വരെ ആയിരിക്കാം. അങ്ങനെയുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. ഇങ്ങനെ ഇരിക്കുന്ന ഒരു സന്ദർഭത്തിലേക്കാണ് ആ നാട്ടിലേക്ക് അലക്സ് അച്ചായൻ്റെ കൂട്ടുകാരനായ നമ്മുടെ തമ്പി സാർ വരുന്നത്. അപ്പോൾ തമ്പി സാർ അന്ന് രാത്രി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ ഓഫീസിലേക്ക് നൈസായി രാത്രി കയറുകയും അവിടെ നിന്ന് അന്വേഷണവുമായി ബന്ധപ്പെട്ട ചില പേപ്പറുകൾ എടുക്കുകയും ചെയ്തു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി പുള്ളിക്ക് കിട്ടിയത് ഡ്രൈവറാണ് കൊലപാതകി എന്ന ഹൈപ്പോത്തിസിൻ്റെ അടിസ്ഥാനത്തിൽ വർക്ക് ചെയ്യുന്ന പോലീസുകാരൻ്റെ പേപ്പറാണ് പുള്ളിക്ക് കിട്ടിയത്. അങ്ങനെ ഈ സത്യം മനസ്സിലാക്കിയ തമ്പി സാർ വണ്ടി എടുത്തുകൊണ്ട് പോയി നേരെ ഡ്രൈവറിനെ തട്ടിക്കൊണ്ടുപോയി ഒരു കാട്ടിലേക്ക് കൊണ്ടുപോവുകയും നീ എൻ്റെ അലക്സിനെ കൊന്നു അല്ലടാ എന്ന് പറഞ്ഞൊരു ഇമോഷണൽ ഡയലോഗോടുകൂടി ഈ ഡ്രൈവറിനെ അടിച്ച് അവശനാക്കി അവസാനം നിന്നെ തൂക്കിലേറ്റാൻ ഇവിടുത്തെ പോലീസുകാർക്ക് ഭയമായിരിക്കും, ചാവാൻ നിനക്കും, പക്ഷേ ഇത് രണ്ടിനും ഈ തമ്പി സാറിന് ഭയമില്ല എന്ന് പറഞ്ഞ് തമ്പി സാർ തന്നെ ആ ഡ്രൈവറിൻ്റെ വധശിക്ഷ നടപ്പിലാക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എങ്ങനെ ഇരിക്കും? അതായത് ഇൻഡെപ്തായി സ്റ്റഡി നടന്നുകൊണ്ടിരിക്കുന്ന പല ഹൈപ്പോത്തിസുകളിൽ അല്ലെങ്കിൽ പല മോഡലുകളിൽ തനിക്ക് ഒരു പോയിന്റ് പറയാൻ ഉപകാരപ്പെടുന്ന ഏതാണോ അത് മാത്രം സെലക്ട് ചെയ്തെടുത്തിട്ട് അതൊരു സയൻറ്റിഫിക് തിയറി ആയിട്ട് അവതരിപ്പിക്കുകയാണ് തമ്പി സാറ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നിലനിൽക്കുന്ന നമ്മുടെ സയൻറ്റിഫിക് അണ്ടർസ്റ്റാൻഡിംഗ് പ്രകാരം തിയറി ഓഫ് റിലേറ്റിവിറ്റി, ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയുടെ അടിസ്ഥാനത്തിൽ ടോട്ടൽ എനർജി ഓഫ് യൂണിവേഴ്സ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റേ സാധ്യമല്ല. അതായത് ടോട്ടൽ എനർജി ഓഫ് ദ യൂണിവേഴ്സ് കണ്ടെത്താൻ സാധിക്കില്ല, അല്ലെങ്കിൽ നമുക്കത് സാധിക്കില്ല എന്നല്ല, അങ്ങനെ ഒരു കൺസെപ്റ്റ് തന്നെ സാധ്യമല്ല എന്നുള്ളതാണ് ഈ പറഞ്ഞ ഹൈപ്പോത്തിസിനുള്ള ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം, ഹൈപ്പോത്തിസിസ് വർക്ക് ചെയ്യുന്നത് ക്വാണ്ടം ഗ്രാവിറ്റിയുടെ ചില പ്രിൻസിപ്പിളുകളെ അസ്യൂം ചെയ്തുകൊണ്ടാണ്. ഈ ക്വാണ്ടം ഗ്രാവിറ്റി ഇതുവരേക്കും സെറ്റിലാവാത്ത ഒരു തിയറിയാണ്. അതായത് ക്വാണ്ടം മെക്കാനിക്സിനെയും തിയറി ഓഫ് റിലേറ്റിവിറ്റിയെയും മിക്സ് ചെയ്തിട്ട് ക്വാണ്ടം ഗ്രാവിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള യൂണിഫൈഡ് തിയറിക്ക് വേണ്ടിയിട്ട് ശാസ്ത്രലോകം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഇതുവരേക്കും സെറ്റിലായിട്ടില്ല. ഇങ്ങനെ 1-2 പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ഈ സീറോ എനർജി യൂണിവേഴ്സ് ഇപ്പോഴും ഒരു സ്പെക്കുലേറ്റീവ് ഹൈപ്പോത്തിസിസ് മാത്രമായിട്ട് നിലനിൽക്കുന്ന ഒരു സംഭവമാണ്. ഇനി ഇത്തരത്തിലുള്ള ഒരു സ്പെക്കുലേറ്റീവായ ഒരു ഹൈപ്പോത്തിസിസ് എടുത്തിട്ട് പുള്ളി എന്താണ് പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നൊരു പോയിന്റ് കൂടി നമുക്ക് നോക്കാം. അപ്പോൾ ടോട്ടൽ എനർജി ഓഫ് ദ യൂണിവേഴ്സ് 0 ആണെന്ന് പറയുമ്പോൾ അത് നമ്മൾ വെറുതെ പറഞ്ഞ് ഫ്രീ ലഞ്ച് എന്ന് പറഞ്ഞ തമാശയായിട്ട് കളയുന്നതിന് അപ്പുറത്തേക്ക് ഒരു ഇന്റർപ്രിട്ടേഷൻ സാധ്യമാണ്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി അനുസരിച്ച് ടോട്ടൽ എനർജി ഓഫ് ദ യൂണിവേഴ്സ് ഷുഡ് ബി ഫിക്സ്ഡ്. അത് മാറാൻ പാടില്ല. മാറ്ററിന് തുല്യമായിട്ടുള്ള ഗ്രാവിറ്റി അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ദർ ഇസ് സീറോ എനർജി. ദാറ്റ് മീൻസ് ദ യൂണിവേഴ്സ് ക്യാൻ എക്സിസ്റ്റ് ഓൺ ഇറ്റ്സ് ഓൺ വിതൗട്ട് വയലേറ്റിംഗ് എനി ലോ ഓഫ് നേച്ചർ. അപ്പോൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി അനുസരിച്ച് ടോട്ടൽ എനർജി ഓഫ് ദ യൂണിവേഴ്സ് ഷുഡ് ബി ഫിക്സ്ഡ്. അപ്പോൾ സീറോ എനർജി ആണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും യൂണിവേഴ്സ് ക്യാൻ എക്സിസ്റ്റ് ഇറ്റ്സ് ഓൺ. അപ്പോൾ ഇതിലൊരു പ്രശ്നം പുള്ളി പറഞ്ഞല്ലോ, ഈ പറഞ്ഞ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് 1930 മുതലേ ഒരു യൂണിവേഴ്സൽ ലോ അല്ലാതെ ആയി മാറി. കാരണം എന്താണ്? എനർജിയിൽ നിന്ന് മാസ് ഉണ്ടാവാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതിൽ നിന്ന് സ്വാഭാവികമായിട്ട് ഏതൊരു മനുഷ്യനും മനസ്സിലാക്കാവുന്ന കാര്യമാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിയും അതിൻ്റെ കൂടെ തന്നെ ഒരു യൂണിവേഴ്സൽ ലോ അല്ലാതെ ആയി മാറിക്കഴിഞ്ഞു. കാരണം എനർജിയിൽ നിന്ന് മാസ് ഉണ്ടാവും, മാസിൽ നിന്ന് എനർജി ഉണ്ടാവും. ഐൻസ്റ്റീൻ്റെ E=mc² വരവോടുകൂടി എനർജി മൊമെൻ്റമാണ് കൺസർവ് ചെയ്യപ്പെടുന്നത്. അപ്പോഴും ഓക്കെയാണല്ലോ, ഓക്കെ, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി മൊമെൻ്റം അല്ലെങ്കിൽ മാസ് എനർജി കൺസർവ് ആവുന്നുണ്ടല്ലോ, അപ്പോഴും തമ്പി സാറിൻ്റെ ഇത് വാലിഡ് ആണോ? അതും അല്ല എന്നുള്ളതാണ് നിർഭാഗ്യകരമായ ഉത്തരം. കാരണം ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി മൊമെൻ്റം അല്ലെങ്കിൽ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എനർജി എന്ന് പറയുന്നത് ലോക്കലി മാത്രം ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു കൺസർവേഷൻ ലോയാണ്.
പിന്നെ ഗ്ലോബൽ സെൻസ് യൂണിവേഴ്സിൻ്റെ മേലേക്ക് നമുക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. കൺസർവേഷൻ ഓഫ് എനർജി മൊമെൻറ്റം എന്ന് പറയുന്നത് നോത്തേഴ്സ് തിയറം പ്രകാരം സിമ്മട്രി നിലനിൽക്കുന്ന ഒരു പർട്ടിക്കുലർ എൻറ്റിറ്റിയിൽ മാത്രമേ നമുക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി പ്രകാരം ഈ യൂണിവേഴ്സ് അത്തരത്തിൽ ഒരു സിമ്മട്രി ഉള്ള ഒരു സ്ഥലമല്ല. നമ്മളിപ്പോൾ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ നമുക്ക് ലോക്കലി ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. അതായത് ഒരു പർട്ടിക്കുലർ സ്പേസ് ടൈം പാച്ച് എടുത്താൽ അതിൽ നമുക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റും. എന്നാൽ എക്സ്പാൻഡിങ് യൂണിവേഴ്സിൽ നമുക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ പറഞ്ഞ ലോ ഓഫ് കൺസർവേഷൻ മാസ് ഇപ്പോഴും സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ 1930 അത് പോയെന്ന് പറഞ്ഞാൽ അതേ സമയത്ത് തന്നെ ഈ പറഞ്ഞ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ഗ്ലോബൽ ലോ അല്ലാതെ ആയി മാറിക്കഴിഞ്ഞു. അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ ഏത് ബുക്കിലാണോ അത് വായിച്ചത് അടുത്ത പേജ് എടുത്ത് നോക്കിയാൽ അത് സ്വാഭാവികമായിട്ടും കണ്ടേനെ. ഇനി തമ്പി സാർ ഇത് മനഃപൂർവ്വം നടത്തുന്ന ഒരു കൺകെട്ട് വിദ്യയാണോ എന്ന് സംശയം തോന്നാനുള്ളൊരു കാരണമാണ് നിങ്ങൾ അടുത്ത് കേൾക്കാൻ പോകുന്ന ഭാഗം. കാരണം ഇത് പറഞ്ഞ് അവസാനിപ്പിച്ച ഉടനെ തന്നെ പുള്ളി ഒരു സാധനം ഇറക്കുന്നുണ്ട്. അതൊന്ന് കേട്ടു നോക്കും. ഇത് കൺവിൻസിംഗ് അല്ല എന്ന് എനിക്കറിയാം. ഇത് കാരണം ഞാൻ ഈ 10-15 വർഷത്തെ ടൈം ലൈനിലൂടെയാണ് ഈ കാര്യം ഞാൻ തന്നെ ഒന്ന് അക്സെപ്റ്റ് ചെയ്ത് വന്നേക്കുന്നത്. നിങ്ങൾ പെട്ടെന്ന് ഒരു ദിവസം ആദ്യമായിട്ട് കേൾക്കുന്ന ഒരാൾ ഒന്ന് തലയ്ക്കിലൊട്ടൊന്ന് കറക്കി എടുക്കേണ്ടി വന്നേക്കാം. പക്ഷേ if you accept that the total energy of the universe is zero, that whole realization is a game changer. അതായത് നമ്മൾ അതുവരെ പറഞ്ഞിട്ടുണ്ടെല്ലാം ഇതിങ്ങനെ ഒന്നുമില്ലായ്മ ഇത്രയും സാധനം ഉണ്ടാവില്ല എന്നാണ് പറയുമ്പോൾ ഇത് ഇത്രയും സാധനമൊന്നുമില്ല. ആക്ച്വലി ഇതെല്ലാം കൂടെ പരസ്പരം ക്യാൻസൽ ചെയ്യുന്ന രീതിയിൽ 0 ആയിട്ടുള്ള സാധനമാണ്. നമ്മുടെ ഈ ഫാമിലി ഗ്രൂപ്പിലൊക്കെ ചില സമയത്ത് ചില ഉസ്താദന്മാരുടെ എന്തെങ്കിലും പ്രസംഗങ്ങളോ എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ റീലുകളൊക്കെ വരും. അപ്പോൾ നമ്മളതിൽ എന്തെങ്കിലും സംശയം ചോദിക്കുന്ന സമയത്ത് ആ ഗ്രൂപ്പിൽ തന്നെയുള്ള ബാക്കിയുള്ള ഇക്കാക്കന്മാരൊക്കെ നമ്മുടെ അടുത്ത് പറയും, മോനെ 15 വർഷം കിതാബ് ഓതിയിട്ടാണ് ഉസ്താദ് ഇവിടം വരെ എത്തി പ്രസംഗിക്കുന്നത്. അപ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറയും. അത് അവരുടെ ട്രിക്കാണ്. നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ 5 വർഷം കിതാബ് ഓതിയതാണ്. അപ്പോൾ അതുപോലെ പുള്ളി നമ്മളാണ് ബ്ലോക്ക് ചെയ്ത് കളഞ്ഞേക്കണ്. ഞാനൊരു 15 വർഷം എടുത്തു ഇതൊന്ന് മനസ്സിലാക്കാൻ തുടങ്ങി. നമ്മൾ വിചാരിക്കും നമ്മുടെ തലച്ചോറിന് എന്തോ പ്രശ്നമായിരിക്കും, നമുക്ക് മനസ്സിലാക്കാത്തായിരിക്കും. നമ്മൾ എങ്ങനെയാണ് ഇതിനൊരു ചോദ്യം ചോദിക്കുന്നത്? കാരണം 15 വർഷം. അപ്പോൾ ഇന്ന് എനിക്കിപ്പോൾ ഒരു ചോദ്യം ചോദിക്കണമെങ്കിൽ ഞാനൊരു 15 വർഷം കഴിയണം. 2040 എനിക്ക് വൈശാന്ത് തമ്മിയോട് ചോദ്യം ചോദിക്കാൻ പറ്റുള്ളൂ. എന്തിനാണ് ഈ കിടന്ന് കഷ്ടപ്പെടുന്നത്? ഇതൊരു ഹൈപ്പോത്തിസിസ് ആണ്. അതായത് ഇതൊരു പ്രോപ്പർ തിയറി ആയിരുന്നെങ്കിൽ ഇപ്പോൾ E=mc², എനർജിയിൽ നിന്ന് മാറ്റർ ഉണ്ടാവും. അത് എന്തിനാണ് തലയിലിട്ട് കറക്കേണ്ടി വന്നില്ലല്ലോ? 15 വർഷത്തെ ടൈം ലൈൻ വേണ്ടി വന്നില്ലല്ലോ? ഒരു മിനിറ്റിൽ കാര്യം പറഞ്ഞപ്പോൾ ആളുകൾക്ക് മനസ്സിലായില്ലേ? E=mc² പറഞ്ഞിട്ട് തമ്പി സാർ ഒരിക്കലും പറഞ്ഞില്ല ഇഫ് യു ആക്സെപ്റ്റ് ദാറ്റ് എന്നുള്ള വാക്ക് പുള്ളിയോട് ഉപയോഗിച്ചിട്ടില്ല. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇത് നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് അടിപൊളി നല്ലൊരു ഗെയിം ചേഞ്ചർ ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്നാണ് എനിക്ക് വ്യക്തമായ സംശയമുള്ളത്. തമ്പി സാർ മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് തന്നെ ആളുകളെ കബളിപ്പിക്കാനാണ് ഈ ഒരു പോയിന്റ് അതിൽ ഉൾപ്പെടുത്തിയതെന്ന് എനിക്ക് വ്യക്തമായ സംശയമുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ആർഗ്യുമെന്റ് കേട്ടിട്ട് വരാം. അപ്പോൾ അടുത്തൊരു ആർഗ്യുമെന്റിലേക്ക് പോകാം. ശരി, എനർജി 0. പക്ഷേ എന്നാലും പാർട്ടിക്കിൾ മാറ്ററൊക്കെ ഉണ്ടായിട്ടുണ്ട്. ദെൻ യു നീഡ് എ കോസ്. ഉണ്ടാകാൻ പോകുന്ന എന്ത് സംഭവിച്ചാലും അതിപ്പോൾ 0 ആണെന്നുള്ള ഞാൻ സംഭവിച്ചതെന്ന് വിചാരിക്കാം. പക്ഷേ ഈ സാധനം ഉണ്ടല്ലോ, ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം വേണമല്ലോ. കാരണമില്ലാതെ ഒന്നും സംഭവിക്കില്ല എന്നാണ് ആചാര്യം പറഞ്ഞിരിക്കുന്നത്. ഏത് ആചാര്യം? ഇനി X or Y എല്ലാ ആചാര്യന്മാരും ഇങ്ങനെ ഓരോന്ന് പറയും. ആചാര്യം പറയുന്നത് ഇങ്ങനെ എവിടെയെങ്കിലും ഇങ്ങനെ പെട്ടെന്ന് ആചാര്യം തോന്നും കാരണമില്ലാതെ ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, നമ്മളെല്ലാം കൈയടിക്കുന്നു, കറക്റ്റ്. ചുറ്റും നോക്കുമ്പോൾ എല്ലാം ശരിയാണ്. പക്ഷേ സയൻസ് പഠിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ദർ ആർ തിങ്സ് ദാറ്റ് ഡെഫിനറ്റ്ലി വയലേറ്റ്സ് യുവർ കോമൺ സെൻസ്. അത് ഞാൻ തന്നെ പല വേദികളിലും പല വിഷയങ്ങളുടെ രൂപത്തിൽ അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ നിരത്തിയിട്ടുണ്ട്. അതായത് നമ്മുടെ കോമൺ സെൻസ് നിരക്കുന്ന രീതിയിലല്ല പലപ്പോഴും പ്രകൃതിയിലെ പല കാര്യങ്ങളും നടക്കുന്നത്. അപ്പോൾ എല്ലാറ്റിനും ഒരു കാരണം വേണം എന്ന് പറയുന്ന ആർഗ്യുമെന്റിനും ഇത് ബാധകമാണ്. റേഡിയോ ആക്റ്റീവ് സ്വഭാവമുള്ള ഒരു മെറ്റീരിയൽ നിങ്ങൾ സൂക്ഷിച്ചിരുന്നാൽ അത് പതിയെ ഇങ്ങനെ ഡീക്ക് ചെയ്തുകൊണ്ടിരിക്കും. അതിൻ്റെ പകുതി ഡീക്ക് ചെയ്യാനൊരു സമയമുണ്ട്. അതായത് 10 ഗ്രാം മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞാൽ അത് 5 ഗ്രാം. ഇപ്പോൾ സപ്പോസ് വി ആർ ടോക്കിംഗ് അബൌട്ട് റേഡിയോ ആക്റ്റീവ് കാർബൺ റേഡിയോ ആക്റ്റീവ് സ്വഭാവമുള്ള കാർബൺ 10 ഗ്രാം എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് 5 ഗ്രാം ഡീക്കേ ചെയ്ത് പോകാൻ വേണ്ട സമയം ഫിക്സ്ഡ് ആണ്. 5 ഗ്രാം അവിടെ വെച്ച് കഴിഞ്ഞാൽ അത് 2.5 ഗ്രാം ആകുന്നതിന് അതേ സമയം എടുക്കും. അതിനാണ് നമ്മൾ ഹാഫ് ലൈഫ് എന്ന് വിളിക്കുന്നത്. ആ ഒരു പ്രോപ്പർട്ടി അവിടെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ അത് വെച്ചിട്ട് റേഡിയോ ആക്റ്റീവ് ഡേറ്റിംഗ് ടെക്നിക്സ് വർക്ക് ചെയ്യുന്നത്. നമ്മുടെ വിഷയം അതല്ല. ഈ 10 ഗ്രാം എന്ന് പറഞ്ഞാൽ നമുക്ക് 2 ആറ്റം ആക്കിയിരിക്കും. ഈ 2 ആറ്റം ആണുള്ളത്. ഇതിൽ ഒരു ആറ്റം ഡീക്കേ ചെയ്യുമ്പോൾ 50% ആവുമല്ലോ. ഇത് 2 എണ്ണത്തിൽ ഏത് ആറ്റമാണ് ഡീക്കേ ചെയ്യാൻ പോകുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. സപ്പോസ് ഈ 2 ആറ്റത്തിൽ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ആറ്റം ഡീക്കേ ചെയ്തു. അപ്പോൾ നമ്മൾ ചോദിക്കില്ല അതെന്താ ഈ ആറ്റം ഡീക്കേ ചെയ്തത്, അതെന്തുകൊണ്ടാണ് മറ്റേ ആറ്റം ഡീക്കേ ചെയ്യാത്തത്? ഈ ചോദ്യത്തിന് ഉത്തരവില്ല. ഇതിപ്പോൾ എന്തുകൊണ്ട് ഉത്തരവില്ല എന്ന് പറയാൻ എനിക്ക് വേറൊരു ലെക്ചർ വേണ്ടി വരും. അപ്പോൾ ഇതിന്ന് ക്വാണ്ടം മെക്കാനിക്സിന് ഇത്രയധികം ആൾക്കാരുടെ ഇടയിൽ ഒരു മാജിക് പോലെ ആക്കി നിർത്തിയിരിക്കുന്നതും ഇന്റർപ്രിട്ടേഷൻ ഓഫ് ക്വാണ്ടം മെക്കാനിക്സ് നിങ്ങൾ വെറുതെ ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ നീണ്ടൊരു വിക്കിപീഡിയ ആർട്ടിക്കിൾ കിട്ടും. ഇറ്റ് ഈസ് എ സ്റ്റിൽ ഓൺ ഗോയിങ് ഡിബേറ്റ്. ക്വാണ്ടം മെക്കാനിക്സിൽ നമ്മൾ പറയുന്ന സിദ്ധാന്തങ്ങളുടെ അർത്ഥം എന്താണ്? ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്? മനുഷ്യന്റെ സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്നില്ല. അതായത് ദർ ഈസ് നോ റീസൺ ഫോർ വൺ ആറ്റം ടു ഡീകേ വൈൽ ദ അതർ ആറ്റം ഡസ് നോട്ട് ഡീകേ. ഇത് റേഡിയോ ആക്ടിവിറ്റിയുടെ ഒരു ബേസിക് പഠനമാണ്. കാരണമില്ലാതെ ഈ ലോകത്ത് പലതും നടക്കുന്നുണ്ട് എന്നുള്ളതിന് ഉദാഹരണമായിട്ട് തമ്പി സാറ് കൊണ്ടുവന്നിരിക്കുന്നത് റേഡിയോ ആക്ടിവിറ്റിയാണ്. റേഡിയോ ആക്റ്റീവ് കാർബൺ ഇപ്പോൾ 2 ആറ്റമാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും കുറച്ച് കാലം കഴിയുമ്പോൾ അതിൽ ഒരു ആറ്റം ഡീകേ ചെയ്യും, ഒരു ആറ്റം ഡീകേ ചെയ്യില്ല. അപ്പോൾ ഈ ഇൻഡിവിജ്വൽ ലെവലിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ഈ ഒരു ആറ്റം ഡീകേ ചെയ്യുന്നു, മറ്റേ ആറ്റം ഡീകേ ചെയ്യുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് കാരണം നമുക്ക് പറയാനേ പറ്റില്ല. നിലനിൽക്കുന്ന യാതൊരുവിധ നാച്ചുറൽ ലോസിനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള എക്സ്പ്ലനേഷനോ വിധേയമായിട്ടല്ല ഈ പറഞ്ഞ ഏത് ആറ്റമാണ് ഡീകേ ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു തീരുമാനം അവിടെ നടക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തമ്പി സാർ ആദ്യം പറഞ്ഞ ആ മിറക്കിളിൻ്റെ ഒരു ഡെഫിനിഷൻ ഉണ്ട്. നാച്ചുറൽ ലോസിനെ വയലേറ്റ് ചെയ്ത് നടക്കുന്ന കാര്യങ്ങളെയാണ് നമ്മൾ മിറക്കിൾ എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ മിറക്കുലസായി ചില സംഭവങ്ങൾ ഇൻഡിവിജ്വൽ ലെവലിൽ നടന്നു കഴിഞ്ഞു. അപ്പോൾ ഇത്ര നേരം
തമ്പി സാർ 25 മിനിറ്റോളം ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവന്ന പോയിന്റ് അവിടെ പൊളിഞ്ഞു കഴിഞ്ഞു. ഈ ലോകത്ത് ഒരു ലോയും ബാധിക്കാത്ത ഒരു റീസണും ഇല്ലാത്ത കാര്യങ്ങൾ എത്ര വേണമെങ്കിലും നടക്കുന്നുണ്ടെന്ന് തമ്പി സാർ ഓൾറെഡി പറഞ്ഞ സ്ഥിതിക്ക് അത് മിറാക്കുലസ് ആയിട്ടുള്ള സംഭവമാണ്. എന്നാൽ ഇങ്ങനെ ഒരു കൺക്ലൂഷൻ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു റീസൺ ഇല്ലാതെയാണ് നടക്കുന്നത് എന്നൊരു വാദം സയൻസിൻ്റെ മേഖലയിൽ നിലനിൽക്കുന്നില്ല. ഈ വിഷയത്തിൽ നമ്മൾ സൂക്ഷ്മതയോടുകൂടി മനസ്സിലാക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ ഈ പറഞ്ഞ റേഡിയോ ആക്ടിവിറ്റിയുടെ ഇൻഡിവിജ്വൽ ഈവൻസിലേക്ക് പോയി കഴിഞ്ഞാൽ ഇന്ന് ശാസ്ത്രലോകം പറയുന്നത് അത് കാരണമില്ലാതെ സംഭവിക്കുന്നു അല്ലെങ്കിൽ വിത്തൗട്ട് എനി റീസൺ അത് സംഭവിക്കുന്നു എന്നല്ല, വിത്തൗട്ട് എനി ഡിറ്റർമിനിസ്റ്റിക് റീസൺ എന്നാണ്. അതായത് ഡിറ്റർമിനിസ്റ്റിക് ആയിട്ടുള്ളൊരു കോസ് ഇതിന് നമുക്ക് അപ്ലൈ ചെയ്യാൻ കഴിയില്ല, എന്നാൽ പ്രോബബിലിസ്റ്റിക് ആയിട്ടുള്ളൊരു കോസ് നിലനിൽക്കുന്നുണ്ട്. പ്രോബബിലിസ്റ്റിക്കലി ഒരു സംഭവം നടക്കുന്നു എന്നതിൻ്റെ അർത്ഥം അത് റീസൺ ഇല്ലാതെ നടക്കുന്നു എന്നല്ല, കൃത്യമായ കോസ് നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ പ്രോബബിലിസ്റ്റിക് ആയിട്ടുള്ള ലോയും കൃത്യമായി പിന്തുടർന്നുകൊണ്ടാണ് ഈ ഡീകെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് തമ്പി സാർ പറഞ്ഞ പോലെ നമുക്ക് ഹാഫ് ലൈഫ് എല്ലാം വെച്ചിട്ട് ഒരു വസ്തുവിൻ്റെ കാലപ്പഴക്കം നമുക്ക് നിശ്ചയിക്കാൻ ഈ പറഞ്ഞ റേഡിയോ ആക്ടിവിറ്റിയെ യൂസ് ചെയ്യാൻ സാധിക്കുന്നത്. ഒരു കാര്യമില്ലാതെ ഒരു കാരണമില്ലാതെ നടക്കുന്ന കാര്യമാണെങ്കിൽ നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല, കാരണം അവിടെ പ്രെഡിക്റ്റബിലിറ്റി ഇല്ലാതെയായി പോകും. ഇനി രണ്ടാമത്തെ പോയിന്റ്, ഈ പറഞ്ഞ ഇൻഡിവിജ്വൽ ഈവൻസ് ഒരു ഡിറ്റർമിനിസ്റ്റിക് ആയിട്ടുള്ള കോസ് ഇല്ല എന്നുള്ളൊരു വാദം പോലും യൂണിവേഴ്സലി അക്സെപ്റ്റഡ് അല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ഏറ്റവും പ്രഗത്ഭമായ ഇൻ്റർപ്രിട്ടേഷനിൽ ഒന്നാണ് കോപ്പൻഹേഗൻ ഇൻ്റർപ്രിട്ടേഷൻ. അത് പ്രകാരമാണ് ഈ പറഞ്ഞ ഇൻഡിവിജ്വൽ ഇവൻസിൽ ഒരു ഡിറ്റർമിനിസ്റ്റിക് ആയിട്ടുള്ള കോസ് ഇല്ല എന്നുള്ളൊരു വാദം പറയുന്നത്. എന്നാൽ ഇൻഡിവിജ്വൽ ഇവൻസിന് ഡിറ്റർമിനിസ്റ്റിക് ആയ കോസ് ഉണ്ട് എന്ന രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന ഇൻ്റർപ്രിട്ടേഷനുകളും ഇന്ന് ക്വാണ്ടം മെക്കാനിക്സിൽ നിലവിലുണ്ട്. അതായത് മൾട്ടി വേൾഡ് ഇൻ്റർപ്രിട്ടേഷൻ, ബോമിയൻ ഇൻ്റർപ്രിട്ടേഷൻ തുടങ്ങിയ ഇൻ്റർപ്രിട്ടേഷനുകൾ എല്ലാ എക്സ്പെരിമെൻ്റൽ ഡേറ്റയും ഈ പറഞ്ഞ കോപ്പൻഹേഗൻ ഇൻ്റർപ്രിട്ടേഷനെ പോലെ തന്നെ മാച്ച് ചെയ്യുന്ന ഓൾട്ടർനേറ്റ് ഇൻ്റർപ്രിട്ടേഷനുകളാണ്. അപ്പോൾ ഈ ക്വാണ്ടം മെക്കാനിക്സുമായി ബന്ധപ്പെട്ട് വൈശാഖ് തമ്പി 2 ആഴ്ച മുമ്പ് പുള്ളിയുടെ ചാനലിൽ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ പുള്ളി പറയുന്നത് പ്രകാരം ഇത് നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് പറയാനോ വിശദീകരിക്കാനോ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതായത് അഡ്വാൻസ്ഡ് മാത്തമാറ്റിക്സ് ഉപയോഗിച്ചാണ് ഈ പറഞ്ഞ ക്വാണ്ടം മെക്കാനിക്സിലെ കാൽക്കുലേഷൻസ് എല്ലാം നടക്കുന്നത്. അപ്പോൾ അത് തമ്പി സാറിന് തന്നെ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് എനിക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ രണ്ടുപേരെയും മാറ്റി നിർത്തിക്കൊണ്ട് ഈ വിഷയത്തിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്റ്റഡികളുടെ അടിസ്ഥാനത്തിൽ സയൻസിന് എന്താണ് പറയാനുള്ളത് എന്ന് നമുക്കൊന്ന് നോക്കാം. കോപ്പൻഹേഗൻ ഇൻ്റർപ്രിട്ടേഷൻ അംഗീകരിച്ചുകൊണ്ട് വന്നിട്ടുള്ള ഏതെങ്കിലും ഒരു പിയർ റിവ്യൂഡ് പേപ്പറിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ കോസാലിറ്റിയെ തള്ളിക്കളയുന്ന ഏതെങ്കിലും ഒരു വാദമുണ്ടോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഈ 3 പഠനങ്ങൾ കോപ്പൻഹേഗൻ ഇൻ്റർപ്രിട്ടേഷനെ അംഗീകരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഡിറ്റർമിനിസ്റ്റിക്കായ കോസാലിറ്റിയെ തള്ളുകയും ചെയ്യുന്ന പേപ്പറുകളാണ്. എന്നാൽ ഇവരാരും തന്നെ കോസാലിറ്റി ആസ് എ ടോട്ടൽ ഇതിനെ തള്ളിക്കളയുന്നില്ല. അതായത് പ്രോബബിലിസ്റ്റിക് ആയ ഒരു സംഭവം നടക്കുന്നു എന്നുള്ളതിൻ്റെ പേരിൽ ടോട്ടൽ കോസാലിറ്റിയെ തന്നെ അങ്ങോട്ട് തള്ളിക്കളഞ്ഞേക്കാം എന്നൊരു വ്യൂ ഈ പറഞ്ഞ ആരും തന്നെ എടുക്കുന്നില്ല. അങ്ങനെ ഒരു പേപ്പർ നിങ്ങൾ തലകുത്തി പറഞ്ഞാൽ കിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മൾ കോപ്പൻഹേഗൻ ഇൻ്റർപ്രിട്ടേഷൻ സപ്പോർട്ട് ചെയ്യുന്ന 3 പഠനങ്ങളും അതിനെ ന്യൂട്രലായി സമീപിക്കുന്ന ഒരു പഠനവും അതിനെ ചലഞ്ച് ചെയ്യുന്ന 2 പഠനങ്ങളും നമ്മൾ നോക്കി. ഇതിൽ 3 എണ്ണം ഇൻഡിവിജ്വൽ ഈവൻസിലുള്ള ഡിറ്റർമിനിസ്റ്റിക് കോസിനെ തള്ളുന്നുണ്ട്, എന്നാൽ ഇൻ ടോട്ടൽ കോസാലിറ്റിയെ തള്ളുന്നില്ല. ബാക്കി 2 എണ്ണം ഇൻഡിവിജ്വൽ ഇവൻസിലുള്ള കോസാലിറ്റി, അതായത് ഡിറ്റർമിനിസ്റ്റിക് കോസാലിറ്റിയെ പോലും തള്ളുന്നില്ല എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ലോകത്ത് ഒരുപാട് കാര്യങ്ങൾ റീസൺ ഇല്ലാതെ നടക്കുന്നുണ്ട് എന്ന് തമ്പി സാർ പറയുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അത് തമ്പി സാറിൻ്റെ അറിവില്ലായ്മയാണ്, അല്ലെങ്കിൽ അത് മനഃപൂർവ്വമുള്ള തെറ്റിദ്ധരിപ്പിക്കലാണ്. ഈ തെറ്റിദ്ധരിപ്പിക്കലാണെന്ന് പറയാനുള്ള കാരണം പുള്ളി തന്നെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അത് ഭയങ്കരമായി ഡിബേറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ്. അങ്ങനെ ഡിബേറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണെങ്കിൽ അതിൽ നിന്നൊരു പോയിന്റ് എടുത്തിട്ട് അതിൽ നിന്ന് ഒരെണ്ണം മാത്രം എടുത്തിട്ട് സ്വന്തമായിട്ടൊരു ഇൻ്റർപ്രിട്ടേഷൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് തെറ്റിദ്ധരിപ്പിക്കലാണെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് സയൻസിനോട് പ്രത്യേകിച്ച് കമ്മിറ്റ്മെൻ്റ് ഒന്നുമില്ല, എന്നാൽ എൻ്റെ ലോകവീക്ഷണം വിൽക്കാൻ അതിപ്പോൾ ഏതെങ്കിലും ഹൈപ്പോത്തിസിസ് ആയാലും കൊള്ളാം, ഡിബേറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളായാലും കൊള്ളാം, ഇനി സ്വന്തമായി ഉണ്ടാക്കുന്ന ഇൻ്റർപ്രിട്ടേഷനിലായാലും കൊള്ളാം, അതെല്ലാം ഞാൻ ഉപയോഗിക്കും. കാരണം എന്നെ ആരും ചോദ്യം ചെയ്യില്ല, ഞാനൊരു അവാർഡ് വിന്നിങ് ശാസ്ത്ര പ്രചാരകനാണ്. അതുപോലെ ശാസ്ത്രം ഇന്ന് ഈ കാര്യം റിയാലിറ്റിയായിട്ട് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. There are things which do not have a reason. അത് ഏത് ശാസ്ത്രത്തെ പറ്റിയാണ് തമ്പി സാറ പറയുന്നതെന്ന് തമ്പി സാറ് തന്നെ പറഞ്ഞു തരേണ്ടി വരും. കാരണം ഞാൻ എങ്ങനെയൊക്കെ നോക്കിയിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. ഇവിടെ തമ്പി സാർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ തൻ്റെ ലോകവീക്ഷണത്തിന് ശാസ്ത്രീയമായ ഒരു ന്യായീകരണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സയൻസിൻ്റെ അടിസ്ഥാനത്തിനെ തകർത്തുകളയാണ്. ഒരു റീസണും ഇല്ലാതെ ഒരു കാരണവും ഇല്ലാതെ ഇവിടെ ഇങ്ങനെ കാരണങ്ങൾ നടക്കുന്നുണ്ട് എന്ന് വന്നാൽ അത് സയൻസിൻ്റെ ബേസിക് ഫൗണ്ടേഷനെ തന്നെ അറ്റാക്ക് ചെയ്യുന്നൊരു വാദമാണ്. ഇങ്ങനെ നിലനിൽക്കുന്ന ഏതെങ്കിലും ഹൈപ്പോത്തിസുകൾ എടുത്തിട്ടും അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഇൻ്റർപ്രിട്ടേഷനുകൾ ഉണ്ടാക്കിയിട്ടും നിങ്ങൾ ഏതെങ്കിലും ഒരു ലോകവീക്ഷണം തെളിയിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ സമൂഹത്തെ മൊത്തത്തിൽ കൊണ്ടുപോകാൻ പോകുന്നത് വലിയ അപകടത്തിലേക്കാണ്. കാരണം ഇതേ പണിയെടുക്കുന്ന ഒരുപാട് പേര് അല്ലാണ്ട് തന്നെ ഇവിടെ ഉണ്ട്. സയൻറ്റിഫിക് സ്പിരിച്വാലിറ്റി മുതൽ സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ മതപ്രചരണം നടത്തുന്ന ആളുകൾ വരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ശാസ്ത്ര അധ്യാപകനായ ശാസ്ത്ര പ്രചരണത്തിന് അവാർഡ് വാങ്ങിയിട്ടുള്ള ഒരു മനുഷ്യൻ സ്വന്തം ലോകവീക്ഷണം വിൽക്കാനായി ആ ഒരു ലെവലിലേക്ക് അധപ്പതിച്ച് പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇത്ര നേരം കണ്ടത്. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കേൾക്കുന്നത് എന്തുമായിക്കോട്ടെ,
പറയുന്നത് ആരുമായിക്കോട്ടെ, സയൻസ് പ്രസൻറ്റേഷൻ്റെ പേരിലായിക്കോട്ടെ, ഏത്തീസം വിൽക്കാനായിക്കോട്ടെ, മതം വിൽക്കാനായിക്കോട്ടെ, അതല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയം വിൽക്കാനായിക്കോട്ടെ, പറയുന്ന കാര്യങ്ങൾ നമ്മൾ പ്രചരിപ്പിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്നതിന് മുമ്പ് ബേസിക്കായിട്ടൊരു ചെക്ക് നടത്തുന്നത് എപ്പോഴും നന്നായിരിക്കും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ബൈ.